ഞാൻ ഇന്നലെ രാവിലെ മുതലാണ് അത് വായിക്കാൻ തുടങ്ങിയത്. ഞാൻ വിചാരിച്ചത് ആ പുസ്തകത്തിൽ നിന്ന് ചെറിയൊരു കുറിപ്പെടുത്ത് ഇവിടെ അവതരിപ്പിക്കാമെന്നായിരുന്നു. പക്ഷെ ഞാൻ ആ പുസ്തകത്തിലൂടെ പതുക്കെ കടന്നുപോയപ്പോൾ ആ പുസ്തകം എന്നെയും കൊണ്ടുപോയി. അത് ഞാൻ വളരെ അപൂർവമായിട്ട് വായിച്ച പുസ്തകങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നി. നമ്മൾ അനേകം ആത്മകഥകളൊക്കെ വായിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ആത്മകഥ, ഒരു എൻ്റർപ്രണറുടെ ഒരു ആത്മകഥയിൽ നമ്മൾ ആദ്യം നോക്കുക അതിലെത്രത്തോളം സത്യം ഉണ്ടെന്നാണ്. സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഈ ലോകത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ആത്മകഥയാണ്. ആ ആത്മകഥയിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരാളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും സത്യസന്ധതയോടെ അവതരിപ്പിക്കാം. അതിലെ വ്യക്തികൾ, അതിലെ സമൂഹം, അതിലെ അനുഭവങ്ങൾ, അതിലെ വീഴ്ചകൾ എല്ലാം. കാരണം ഞാൻ എൻ്റെ ആത്മകഥയിൽ ഞാൻ ലജ്ജ മൂലം വിവരിച്ച രംഗങ്ങളാണ് വാസ്തവത്തിൽ എന്നെ ഇത്രയും വലിയ ഒരു സംരംഭത്തിലേക്ക് എടുത്ത് എത്തിച്ചത് എന്ന് സ്റ്റീവ് ജോബ് പറയുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ അതിലൊരു വലിയ ഒരു കഥാപാത്രം ജോയേട്ടൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ കഥാപാത്രം മറ്റു ആരുമല്ല, അദ്ദേഹത്തിൻ്റെ അപ്പനാണ്. അവസാന നിമിഷം വരെ ഈ കഥാപാത്രം അദ്ദേഹത്തിനെ പിന്തുടരുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും അവസാന നിമിഷത്തിൽ അപ്പൻ മക്കളോട് പറയുന്നു, അതാണ്, നിങ്ങൾ ഇനിയുള്ള കാലം എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളുടെ ധർമ്മപ്രവൃത്തി കൂടി തുടരണം. അതാണ് അവസാനത്തെ വാചകം. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ധർമ്മപ്രവൃത്തി കൂടി തുടരണം എന്നാണ്. അത് ജോയേട്ടന് കൃത്യമായിട്ട് ജോയേട്ടന് മനസ്സിലായി.